കേരളത്തിലെ മത്സ്യമേഖല പുത്തൻ ഉണർവിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി സജി ചെറിയാൻ. കൊല്ലം കൊട്ടാരക്കരയിൽ സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡാക്, മത്സ്യഫെഡ്, തീരദേശ വികസന കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. നബാർഡ് വഴിയും യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി അടുത്ത മാസം 18-19 തീയതികളിൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. കേരളത്തിലെ തീരദേശ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സഹായം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. മത്സ്യബന്ധന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കുവാൻ മത്സ്യ ഉൽപാദന മേഖലയിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഇന്ന് ലാഭകരമാക്കി മത്സ്യബന്ധന ചെയർമാനോട് ഇരിപ്പുണ്ട്. നമ്മുടെ അഡാക്ക് നമുക്ക് ലാഭകരമായി, മത്സ്യബന്ധന ലാഭകരമായി, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ തീരദേശ വികസന കോർപ്പറേഷൻ, നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ്, എല്ലാ സ്ഥാപനങ്ങളെയും മികച്ച നിലയിലേക്ക് മാറ്റുന്നതിനുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ രണ്ട് തരത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ സാമൂഹ്യപരമായ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകും. ഇപ്പൊ നബാർഡ് വഴിയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി കേരളത്തിൽ അടുത്ത 18-19 അടുത്ത മാസം ഒരു വലിയ കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിക്കുക. ആ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീരദേശത്ത് വലിയ തരത്തിലുള്ള സഹായങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ചില ചർച്ചകളാണ് നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു.